ഇടുക്കി തൊടുപുഴയിൽ റോഡരികിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നിയാണ് മരിച്ചത്. കലുങ്ക് നിർമ്മിക്കാൻ റോഡരികിലെടുത്ത കുഴിയിൽ വീണാണ് അപകടം. ഒരു മാസത്തിലേറെയായി കുഴി മൂടാതെ അപകടാവസ്ഥയിലായിരുന്നു. കുഴി മൂടാത്തതിനാൽ PWD ഓഫീസ് UDF പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ, ഈ അപകടം നടന്ന സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇതിപ്പോൾ എത്ര നാളായി കുഴിയടക്കാതെ തുടരുന്നു? ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് നാട്ടുകാർ കടന്നിട്ടുള്ളത്? ഏതാണ്ട് 6 മാസം മുൻപാണ് ഈ കുഴി അവിടെ ഒരു കലുങ്ക് നിർമ്മിക്കുവാൻ വേണ്ടി PWD അധികൃതർ നിർമ്മിക്കുന്നത്. പിന്നീട് ചില സാങ്കേതിക തടസ്സം മൂലം ആ കുഴി മൂടാതെ പോവുകയും കലുങ്ക് നിർമ്മാണം പൂർത്തിയാകാതെ പോവുകയും ചെയ്യുകയായിരുന്നു. ഈ കുഴിയിലേക്കാണ് ഇന്നലെ രാത്രി 27-കാരനായ മുതലക്കോടം സ്വദേശി ജെയ്സൺ വാഹന അപകടത്തിൽപ്പെടുകയും കുഴിയിൽ വീണ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു മരണമുണ്ടായതോടുകൂടി ഇത് വലിയ വിവാദമായി മാറുകയായിരുന്നു. കുഴി അടയ്ക്കാൻ വേണ്ടി നിരന്തരം ആ മേഖലയിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടും PWD അധികൃതർ തയ്യാറായില്ല എന്ന ആരോപണം ഉയരുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് പ്രതിഷേധം എത്തിയത്. തുടർന്ന് ഇപ്പോൾ ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് UDF പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. കുഴിയടയ്ക്കാൻ കൃത്യമായി ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. പ്രദേശത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുമുണ്ട്. ഏതായാലും കടുത്ത പ്രതിഷേധമാണ്. AXയുടെ കസേരയുടെ മുകളിൽ പൂച്ചട്ടി വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. AXയുടെ ചുമതലയുള്ള AE ആണ് നിലവിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഉടനടി തന്നെ ഈ സംഭവത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന PWD അധികൃതർ അറിയിച്ചിട്ടും നിലവിൽ പിരിഞ്ഞു പോകാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. പ്രതിഷേധം തുടരുകയാണ്. അതേസമയം കൃത്യമായി ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന് നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് നിരന്തരം കുഴിയിൽ വീണുകൊണ്ടുള്ള അപകടം തുടർച്ചയായി ഉണ്ടായിട്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കുഴിയടയ്ക്കാനുള്ള ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ പൊലിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും ദാരുണമായ സംഭവമാണ്. 27 വയസ്സുകാരനായ ജെയ്സൺ ബെന്നി എന്ന ആളാണ് ഇന്നലെ രാത്രി 10:45 ആ പ്രദേശത്ത് വാഹനം കുഴിയിൽ വീഴുകയും തുടർന്ന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും കടുത്ത പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട്. കുഴിയടയ്ക്കാനുള്ള കൃത്യമായി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയില്ല എന്നാണ് UDF പ്രവർത്തകർ ഈ ഘട്ടത്തിൽ അവകാശപ്പെടുന്നത്. ഇതിൽ ഈ കുഴി മൂടാത്തതുമായി ബന്ധപ്പെട്ട് എന്താണ് PWD നൽകുന്ന ഒരു വിശദീകരണം? PWD അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം സാങ്കേതികമായ തടസ്സങ്ങൾ മൂലമാണ് ഈ കലുങ്ക് നിർമ്മാണം പൂർത്തിയാകാതെ പോയത്. അതിന് സമീപത്തുള്ള കെട്ടിട ഉടമയും PWDയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതാണ് കലുങ്ക് നിർമ്മാണം അനന്തമായി നീണ്ടുപോകാൻ കാരണം. പക്ഷേ അതേസമയം നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ നിർമ്മിച്ച ഈ കുഴി അവിടെ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ അതൊരു വളവ് ഉള്ള പ്രദേശമാണ്. ആ വളവിൽ ഈ അപകട സാധ്യത കൂടി കണ്ടുകൊണ്ട് ഒരു അപകട സാധ്യത ബോർഡോ സുരക്ഷാ ജാഗ്രത പുലർത്തണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളോ മറ്റോ ഒന്നും സ്ഥാപിക്കാൻ PWD തയ്യാറായില്ല. ഇതാണ് അപകടത്തിന് കാരണം ആയിട്ട് നാട്ടുകാർ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഇതേ സമയത്ത് ഇത്ര 6 മാസത്തോളമായി ഈ കുഴി അവിടെ കിടക്കുന്നു. ആ കുഴി മൂടാൻ വേണ്ടി നിരന്തരം നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ ഇടപെടൽ PWDയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷേ PWD പറയുന്നത് കലുങ്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കുഴിയെടുത്തത്. പക്ഷേ കലുങ്ക് നിർമ്മാണം സാങ്കേതിക തടസ്സങ്ങളിൽ തട്ടി അനന്തമായി നീണ്ടുപോയി. ഇതുകൊണ്ടാണ് കലുങ്ക് മൂടാൻ കഴിയാതെ പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മരണവും അപകടത്തെ തുടർന്നുള്ള മരണവും പിന്നീട് പ്രതിഷേധവും ഉണ്ടായ പശ്ചാത്തലത്തിൽ ഏറ്റവും ഉടനടി തന്നെയും കുഴി മൂടാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് PWD അറിയിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായ രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാൻ തയ്യാറാവുള്ളൂ എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. ജിൽസി, ആഷിഖ, ഈ അപകടമുണ്ടായപ്പോൾ ഈ കുഴിയിൽ വീണ അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരിക്കുകയായിരുന്നു. തീർച്ചയായും ആ നിലയിലാണ്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. മുതലക്കോടം ഭാഗത്ത് നിന്ന് പട്ടയംകോല ഭാഗത്തേക്ക് പോകുന്ന മുതലക്കോടം ഭാഗത്തു നിന്ന് വരുന്ന ബൈക്കാണ്. ബൈക്കിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ നിയന്ത്രണം വിട്ട് വാഹനം റോഡരികിലേക്ക് പോവുകയായിരുന്നു. ആ റോഡരികിലേക്ക്